hello everyone. Welcome back to Xylem Learning. Arunumamis ആണ്. NMMSന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ സാറ്റ് കെമിസ്ട്രിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പൊതുവേ നമ്മുടെ ഈ ഒരു കെമിസ്ട്രിയിലെ പാഠഭാഗങ്ങൾ ആസിഡിനെ കുറിച്ചും ആൽക്കലിയെ കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരവും ആസിഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് മെഡിസിൻ ടു കൗണ്ടറാക്ട് അസിഡിറ്റി ഇൻ സ്റ്റൊമക് ടു. അതായത് ആമാശയത്തിലെ അസിഡിറ്റിക്ക് പരിഹാരമായി ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പൊ എന്താണ് ആ മരുന്നിന്റെ പേര് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, അതെന്താണ് ചെയ്യുന്നത്, അതിന്റെ ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, വയറിന്റെ ഉള്ളിലുണ്ടാവുന്ന കണ്ടീഷനാണ്. അവിടെ എന്തായിരിക്കും, അസിഡിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അസുഖങ്ങൾ കുറച്ച് കൂടുതലായിട്ടായിരിക്കും, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ സമയത്ത് ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നിന്റെ പേരെന്ന് പറയുന്നത് ആന്റാസിഡ് എന്നാണ്. എന്താ പറയാ, ആന്റാസിഡ്. അപ്പൊ ഈ ആന്റാസിഡ് എന്താണ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതറിയാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ pH അല്ലെ, നമുക്ക് നോക്കിയാൽ അറിയാം 0 മുതൽ 14 വരെയാണ് pH സ്കെയിലുള്ള റീഡിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ 7 ആണെങ്കിൽ അതെന്താണ്, ന്യൂട്രൽ ആണ്. 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആണ്. 7ന് താഴെയാണെങ്കിൽ, അതായത് 7നേക്കാൾ കുറവാണെങ്കിൽ അത് ആസിഡും 7നേക്കാൾ കൂടുതലാണെങ്കിൽ അത് ബേസ് അഥവാ ആൽക്കലിയുമായിട്ടായിരിക്കും. ബേസ് എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഈ ഒരു ബേസിക് നാച്ചർ ആണ് കാണിക്കുക. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ്, ആസിഡിക് കണ്ടീഷൻ ആണ്. ആസിഡിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ അസിഡിറ്റി കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അസിഡിറ്റി കുറച്ച് കൊണ്ടുവരണം. അസിഡിറ്റി കുറച്ച് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, pH സ്കെയിലിൽ 7 വരെയാണെങ്കിൽ അത് കുറവാ. അപ്പൊ അതെന്താ, അസിഡിക് കണ്ടീഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം, pH കൂട്ടിക്കൊണ്ടുവരണം. എന്നിലാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അസിഡിക് കണ്ടീഷൻ കുറയുകയുള്ളൂ. അപ്പൊ നമ്മളുടെ അർത്ഥം എന്താണ്, അതിനർത്ഥം എന്താണ്, pH കൂട്ടണം. എന്താണ്, pH കൂട്ടണം. അപ്പൊ ആന്റാസിഡ് നിർദ്ദേശിക്കുന്ന എന്തിനാണ്, ആസിഡിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ pH കുറവാണ്, അത് 7ൽ താഴെയാണ്. അപ്പൊ ആന്റാസിഡ് കഴിച്ചാൽ pH കൂടും. ആന്റാസിഡ് കഴിച്ചാൽ pH കൂടും. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.